എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ എല്ലാവരും ഒത്തുചേർന്നത് KSRTCയുടെ ഒരു സന്തോഷ സുദിനമാണ്. KSRTC മുന്നോട്ട് വയ്ക്കുന്ന പുതിയ കുറേ പരിഷ്കാരങ്ങൾ ഇന്ത്യയിലെ മറ്റ് RTCകളുടെ മുന്നിലേക്ക് KSRTC കയറുകയാണ്. എല്ലാ രംഗത്തും ടോട്ടൽ ഡിജിറ്റലൈസേഷൻ നമ്മൾ കൊണ്ടുവരികയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ 3 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ എക്സ്പോയോടനുബന്ധിച്ച് ഉദ്ഘാടനം ചെയ്ത ടോട്ടൽ ഡിജിറ്റലൈസേഷൻ ഏതാണ്ട് പൂർത്തിയാകുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഇൻവെൻട്രി സോഫ്റ്റ്വെയർ, സാധനങ്ങൾ വാങ്ങുന്നതും കൊടുക്കുന്നതും അടക്കമുള്ള സോഫ്റ്റ്വെയർ. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യയിൽ ആദ്യമായി നമ്മൾ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുകയും ആ ആശയത്തിനനുസരിച്ച് ഓപ്പറേഷൻസ്, ബസ്സുകളുടെ ഓപ്പറേഷൻ എല്ലാം എല്ലാ സംസ്ഥാനങ്ങളിലും മാനുവലായിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മളത് മാറ്റിക്കൊണ്ട് മാനുവൽ ആയിട്ടുള്ള ഓപ്പറേഷനെ അവസാനിപ്പിച്ച് ഉദ്യോഗസ്ഥന്മാരെ ജീവനക്കാരെയും സഹായിക്കത്തക്ക രീതിയിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. AI അസിസ്റ്റഡ് ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ഇന്ത്യക്ക് പുറത്തുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ തന്നെ പറഞ്ഞു കൊടുത്ത ആശയത്തിൽ നിർമ്മിച്ച ഒരു സോഫ്റ്റ്വെയറാണ്. ആ സോഫ്റ്റ്വെയറാണ് നിങ്ങളെ ഞാൻ അവിടെ വെച്ച് കാണിച്ചത്. KSRTCയെ കുറിച്ചുള്ളൊരു പരാതി, വരിയായിട്ട് വണ്ടി പോകുന്നു, ഇവരെന്തിനാണ് നഷ്ടത്തിൽ ഇങ്ങനെ ഓടുന്നത്, ആളില്ലാത്ത സമയത്ത് എന്തിനു വണ്ടി ഓടിക്കുന്നു എന്നൊക്കെ സ്വാഭാവികമായി ജനങ്ങളുടെ ഒരു ചോദ്യമാണ്. ആ ചോദ്യങ്ങൾക്ക് അവസാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയത്. ഈ സോഫ്റ്റ്വെയർ പൂർണ്ണതോതിൽ നിലവിൽ വരുമ്പോൾ KSRTCയുടെ നഷ്ടം ഷെഡ്യൂളിങ്ങിൽ ഈ ഒരു ഡെഡ് മൈലേജ് ഓടുന്നതിൽ തന്നെ ഏതാണ്ട് 45% വരെ ഒരു ദിവസം നഷ്ടം കുറയും. ഒരു ദിവസം നഷ്ടം 45% കുറയാന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ നേട്ടമാണ് ഉണ്ടാകുന്നത്. അനാവശ്യമായ ഡീസലിൻ്റെ ചിലവ് കുറയും, ടയറിൻ്റെ തേയ്മാനം കുറയും, ജീവനക്കാരുടെ ഡ്യൂട്ടി പാറ്റേണും ടിക്കറ്റിൻ്റെ ഡേറ്റയും GPS, വണ്ടി എവിടെ നിൽക്കുന്നുള്ള പൊസിഷനിങ് ഡേറ്റയും വെച്ചുകൊണ്ടാണ് ഈ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നത്. 24 hours AI സപ്പോർട്ടഡ് ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ എവിടെയാണ് ഒരു വണ്ടിക്ക്, ഏത് വണ്ടിയാണ് ബഞ്ചിങ് ഉണ്ടാക്കുന്നത്, ഇപ്പോൾ നമ്മളവിടെ നിങ്ങളെ കാണിച്ചു, മാധ്യമപ്രവർത്തകരെ കാണിക്കുകയുണ്ടായി, എവിടെയാണ് വണ്ടി ബഞ്ചിങ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്, ഏത് വണ്ടിയുടെ ടൈമാണ് മാറ്റേണ്ടത്, ഇത് അഡ്വൈസ് തരും നമുക്ക്. അപ്പോൾ ആ വണ്ടിയുടെ ടൈം ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ അതെങ്ങനെ മാറ്റണമെന്നും ഈ സോഫ്റ്റ്വെയർ തന്നെ അഡ്വൈസ് തരും. ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്. വിദേശ രാജ്യങ്ങളുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു സ്വപ്നമാണ്. മന്ത്രിയാവുന്നതിന് മുമ്പേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ഇതൊരു സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ അത് ഇതിനെ നിയന്ത്രിച്ചാൽ, ഈ മാനുവലായിട്ട് പോകുമ്പോൾ പല താല്പര്യങ്ങളാണ്. അപ്പോൾ MLA ഒരു കത്ത് തന്നു, അല്ലെങ്കിൽ MP ഒരു കത്ത് തന്നു, മന്ത്രി ഒരു ബസ് അനുവദിച്ചു, ഇങ്ങനെയാണ് ഇത് നശിച്ചത്. പിന്നെ ജീവനക്കാരും അവരുടെ ഇഷ്ടത്തിനുള്ള ഡ്യൂട്ടി, വേണ്ടപ്പെട്ടവർക്ക് 2 ഡ്യൂട്ടി കൂടുതൽ കിട്ടിക്കോട്ടെ എന്ന് വെച്ച് വണ്ടികൾ ഓടിക്കുക. ഇതാണ് നമ്മൾ നശിക്കാനുള്ള കാരണം. ആ നശിക്കാനുള്ള കാരണത്തിൽ നിന്ന് മോചനം ഇതാണെന്ന് മന്ത്രിയായിട്ട് വരുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിൽ, പണ്ട് മന്ത്രിയായിരുന്ന ആളാണല്ലോ, ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു ആശയം ഉണ്ടായിരുന്നു. മുൻവരുന്ന പല മന്ത്രിമാരോട് ഞാനിത് പറഞ്ഞു കൊടുക്കുന്നു. പക്ഷെ അവരത്ര ശ്രദ്ധിച്ചില്ല. ഞാൻ പക്ഷേ ഒരു അവസരം കിട്ടിയപ്പോൾ അതിനെപ്പറ്റി ചിന്തിച്ചു. അപ്പോൾ ഞാൻ KSRTCയുടെ CMD ശ്രീ പ്രമോദ് ശങ്കറിനെ എല്ലാ RTCകളുമായി ബന്ധപ്പെടാൻ പറഞ്ഞു. ഇന്ത്യയിൽ ആർക്കെങ്കിലും ഇങ്ങനെ സാധനം ഉണ്ടെങ്കിൽ വാങ്ങാം എന്ന് പറഞ്ഞു. പക്ഷെ അവരുടെ ഒന്നും കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോഴും ഞങ്ങൾ ഒരു പരസ്യം ചെയ്തു, ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു സോഫ്റ്റ്വെയർ വേണം. അങ്ങനെ 4-5 കമ്പനികൾ അതിൽ പങ്കെടുത്തു. അതിൽ നിന്ന് ഏറ്റവും മികച്ചത് നമ്മൾ നോക്കിയിട്ടാണ് തിരഞ്ഞെടുത്തത്. അത് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും എല്ലാം, സ്റ്റാർട്ടപ്പിൽ നിന്നും എല്ലാം വിദഗ്ധരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് തിരഞ്ഞെടുത്തത്. പക്ഷേ നമ്മുടെ പർപ്പസ് സർവ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഉപകാരപ്രദമായൊരു സോഫ്റ്റ്വെയറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും കൊറിയർ സോഫ്റ്റ്വെയറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഡ്രൈവിംഗ് സ്കൂളുകളെല്ലാം സോഫ്റ്റ്വെയറിലേക്ക് മാറ്റി. അക്കൗണ്ട്സ് സോഫ്റ്റ്വെയർ ഇപ്പോൾ റെഡിയാവും. അക്കൗണ്ട് സോഫ്റ്റ്വെയർ റെഡിയാവുന്നതോടുകൂടി ഓരോ നിമിഷവും KSRTCയുടെ വരവ് ചെലവ് കണക്കുകൾ, ലാഭം നഷ്ടം, ഇത് കറക്റ്റായിട്ട്, അതായത് ബാലൻസ് ഷീറ്റ് കൊടുക്കാൻ സാധാരണ ഒരു പൊതുമേഖലാ സ്ഥാപനം അക്കൗണ്ടന്റ് ജനറലിന് ബാലൻസ് ഷീറ്റ് കൊടുക്കാൻ 5 കൊല്ലം 6 കൊല്ലം 7 കൊല്ലം എടുക്കും. പക്ഷേ KSRTC 2023 വരെയുള്ളത് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അവർക്ക് വേണ്ട, കാരണം വെച്ചാൽ അവർക്ക് 2022 വരെ എത്തിയുള്ളൂ. നമ്മൾ 2023 വരെയുള്ള എല്ലാ അക്കൗണ്ട്സും കൊടുത്തു കഴിഞ്ഞു. ഈ ഒരു സോഫ്റ്റ്വെയർ വരുന്നതോടെ നമുക്ക് ഈ നിമിഷം, ഈ നിമിഷത്തിൽ എന്താണ് KSRTCയുടെ സാമ്പത്തിക നില, എന്തൊക്കെ ചെലവ് ചെയ്യുന്നുള്ള റിപ്പോർട്ട് കൃത്യമായിട്ട്, ഒരു ബാലൻസ് ഷീറ്റ് കൃത്യമായി കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ളൊരു സോഫ്റ്റ്വെയർ റെഡി ആയിട്ടുണ്ട്. അതും ഉടനെ തന്നെ നിലവിൽ വരുന്നതോടെ പൂർണ്ണതോതിൽ സ്പെയർ പാർട്സ് പർച്ചേസ് ചെയ്യുന്നത് സോഫ്റ്റ്വെയർ വഴിയാണ്, സ്പെയർ പാർട്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് സോഫ്റ്റ്വെയർ വഴിയാണ്. നമ്മുടെ സോഫ്റ്റ്വെയർ ഓരോ സ്പെയർ പാർട്സും എവിടെ ഇരിപ്പുണ്ട്, ഇപ്പോൾ ഒരു പ്രത്യേക പാർട്സ് ഇല്ല എന്ന് തോന്നിയാൽ അത് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കോഴിക്കോട് അല്ലെങ്കിൽ മാവേലിക്കര ഡിപ്പോയിലെ സ്റ്റോറിൽ ഇരിപ്പുണ്ടെന്നത് പറഞ്ഞു തരും നമുക്ക്, ഇന്ന സ്ഥലത്തുണ്ട് ഈ സാധനം. പിന്നെ ഷോർട്ടേജ് വരാതെ കൊണ്ടുപോകാൻ പറ്റും. ഈ റീ ഓർഡറിങ് എല്ലാം കമ്പ്യൂട്ടർ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്പെയർ പാർട്ടിനും ഷോർട്ടേജ് ഉണ്ടാവാതെ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സ്പെയർ പാർട്ടിനും ഇല്ലാത്തതിൻ്റെ പേരിൽ വണ്ടി റോഡിൽ ഇറങ്ങാതെ വരില്ല.
അപ്പോൾ എല്ലാ സ്പെയർ പാർട്സും മിനിമം നമ്പർ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആവും. ആവശ്യമുള്ളത് മാത്രമേ വാങ്ങുള്ളൂ. 6000 ഉദാഹരണത്തിന് 6000 ബാറ്ററി വാങ്ങാൻ ഓർഡർ ചെയ്യുമ്പോൾ 6000 ബാറ്ററിക്ക് ടെൻഡർ വിളിക്കും. ഓർഡർ പ്ലേസ് ചെയ്യുന്നത് പക്ഷേ 500 ബാറ്ററി എടുക്കും. അതിൽ 300 തീർന്നു കഴിയുമ്പോൾ ഈ സോഫ്റ്റ്വെയർ തന്നെ റീ ഓർഡർ ചെയ്യും. 199 കടക്കുമ്പോൾ ആ രാത്രിയിൽ തന്നെ കമ്പനിക്ക് റീ ഓർഡർ അയച്ചു കൊടുക്കുന്ന അത്രയും അഡ്വാൻസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. നമ്മളാണ് ഈ സോഫ്റ്റ്വെയർ പറഞ്ഞു കൊടുത്ത് ഡിസൈൻ ചെയ്തത്. പിന്നെ അവർ ആ കമ്പനിക്കാർ ഗുജറാത്ത് സർക്കാരിന് കോർപ്പറേഷൻ വളരെ വലിയ വിലയ്ക്ക് വിറ്റു. ഞങ്ങൾക്ക് ഇപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് കിട്ടി. പക്ഷേ നമ്മളാണ് അതിൻ്റെ അവർ ബേസിക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാം ഞങ്ങൾ പറഞ്ഞു കൊടുത്ത് ഓരോ ആവശ്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുത്ത് ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ ഇപ്പോൾ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം എന്ത് പ്രോഫിറ്റ് ഉണ്ടെന്ന് അറിയാൻ പറ്റും. അത്രയ്ക്കും അക്കൗണ്ടബിലിറ്റിയാണ് KSRTC വന്നിരിക്കുന്നത്. കള്ളക്കണക്കുകളില്ല. ഇനി ബഡ്ജറ്റ് ടൂറിസം ഒരു സോഫ്റ്റ്വെയറിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ റിസർവേഷനിൽ അതിലായിരിക്കും. അതുകൂടാതെ ഈ ബഡ്ജറ്റ് ടൂറിസത്തിൽ വരുന്ന അന്നുള്ള കണക്ക് ഈ കോർഡിനേറ്റർ അന്നു തന്നെ സ്കാൻ ചെയ്ത് ബില്ലടക്കം സ്കാൻ ചെയ്ത് കയറണം. കയറ്റി കഴിഞ്ഞാൽ നമുക്ക് എവരി ഡേ ബഡ്ജറ്റ് ടൂറിസം ഓരോ സ്ഥലത്തെയും അക്കൗണ്ട്. പിന്നീട് ഒരു സെറ്റിൽമെൻ്റ് ഇല്ല, പിന്നെ ഒരു ഓഡിറ്റിങ്ങിൻ്റെ കാര്യമൊന്നുമില്ല. ഇതിങ്ങനെ കൃത്യമായി വന്നുകൊണ്ടിരിക്കുമ്പോൾ KSRTCക്ക് അത് ഗുണം ചെയ്യും. അതായത് KSRTC എന്ന് പറയുന്നത് ഏറ്റവും ടെക്നിക്കലി പുറകോട്ടുന്നൊരു സാധനമാണ്. ഇപ്പം നമ്മൾ ഒരുപാട് അഡ്വാൻസ് ചെയ്തു. ഉദാഹരണത്തിന് തന്നെ എസ്റ്റേറ്റ് വാടക പിരിച്ചാലായി, പിരിച്ചില്ലെങ്കിലായി, ഇതായിരുന്നു സ്ഥിതി. ഇപ്പം അത് മാറി. വാടക ഒരാൾ തന്നില്ലെങ്കിൽ CMDയുടെ ടേബിളിലിരിക്കുന്ന കമ്പ്യൂട്ടർ വരെ വാടക ഇന്നാൾ തന്നിട്ടില്ല എന്ന് പറയും. വാടക എല്ലാം ഓൺലൈനാക്കി, കയ്യിൽ പൈസ വാങ്ങിച്ച് വയ്ക്കാൻ ഒക്കില്ല. കൃത്യസമയത്ത് വാടക തന്നില്ലെങ്കിൽ അലർട്ട് വരും. ഈ അലർട്ട് ഡിപ്പോയിലെ ഉദ്യോഗസ്ഥനും കിട്ടും, എസ്റ്റേറ്റ് സെക്ഷനിൽ കിട്ടും. ഇവരെല്ലാവരും കൂടി സമ്മർദ്ദം ചെലുത്തുമ്പോൾ ഇയാൾ കൃത്യമായിട്ട് വാടക അടയ്ക്കും. ഇനി നമ്മളെ വണ്ടി ക്ലീനിങ് ആണ്. വണ്ടി ക്ലീനിങ് നമ്മൾ കുടുംബശ്രീയുമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് ഫൈനൽ സ്റ്റേജിലാണ്. വണ്ടി ക്ലീനിങ് കുടുംബശ്രീ ഏൽപ്പിച്ചുകൊണ്ട് എല്ലാ സ്ഥലത്തും വണ്ടി നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് സൂക്ഷിക്കാൻ തീരുമാനിച്ചു. അതിലൊരു വിട്ടുവീഴ്ചയുമില്ല. അടുത്ത ഘട്ടം നമ്മൾ ഉദ്ദേശിക്കുന്ന വണ്ടിക്കകത്ത് ഫുഡ് കൊടുക്കുന്ന കാര്യമാണ്. അതായത് വണ്ടിക്കകത്ത് വലിയ വേസ്റ്റ് ഉണ്ടാക്കാത്തത്, ഇഡ്ഡലിയും ദോശയും സാമ്പാറൊന്നും അല്ല, അത്യാവശ്യത്തിന് ഒരു യങ് ജനറേഷൻ ഫുഡുണ്ടല്ലോ, അധികം വേസ്റ്റ് വരാത്ത, എന്നാൽ കുക്ക് ചെയ്യാൻ വലിയ കുക്കിംഗ് ഒന്നും വേണ്ടാത്ത, ഓയിലൊക്കെ കുറവുള്ള അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഏറ്റവും മിനിമം പാക്കിങ്ങിൽ കൊടുക്കുന്ന ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു സ്റ്റഡി നടക്കുകയാണ്. സ്റ്റഡി റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അതനുസരിച്ച് CMD അത് ഒരാഴ്ചക്കുള്ളിൽ നമ്മളത് ഒരു ധാരണയിലെത്തും. എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഇതുണ്ടാവും. പിന്നെ നമ്മളൊരു ഇതിൻ്റെ ഈ ഫെസിലിറ്റി കൂടെ കൊടുക്കുകയാണ്. ഈ പോസ്റ്റ് മെഷീൻ ടിക്കറ്റ് പൈസ കളക്ട് ചെയ്യാൻ വേണ്ടി, അതായത് പൈസ ബില്ലടിച്ച് കൊടുക്കാനും കാര്യങ്ങൾക്ക് വാടക തന്നു എന്നുള്ളതിനാണ്. ഇത് ലിങ്ക്ഡ് ആണ് മറ്റേ സോഫ്റ്റ്വെയറുമായിട്ട്. അപ്പോൾ ആർക്കും വാടക തരാതെ KSRTC ഇരിക്കാൻ പറ്റില്ല. ഫൈൻ വരും. വാടക തന്നില്ലെങ്കിൽ ഫൈൻ വരും. അതെ, ആ മെഷീൻ നമ്മൾ കൊടുക്കുന്നുണ്ട് എല്ലാ ഡിപ്പോയിലേക്കും. അപ്പോൾ അത് വരുമ്പോൾ വാടക സമയത്ത് തന്നില്ലെങ്കിൽ ഫൈൻ വരുമെന്ന് മാത്രമല്ല, 2 വർഷമാണ് കാലാവധി. ഈ 2 വർഷം കഴിഞ്ഞ് പുതുക്കണമെന്നുണ്ടെങ്കിൽ പുതിയ വ്യവസ്ഥയാണ്. ഞാൻ മന്ത്രിയാന്വേഷണം കൊണ്ടുവന്ന വ്യവസ്ഥയാണ്. വാടക കൃത്യമായി അടയ്ക്കാത്തവർക്ക് 2-ാം വർഷം കഴിഞ്ഞാൽ ആര് വിചാരിച്ചാലും പുതിയ കൊടുക്കാൻ പറ്റില്ല. വാടക കറക്റ്റായിട്ട് അടയ്ക്കണം, വൈദ്യുതി കറക്റ്റായിട്ട് അടയ്ക്കണം, വെള്ളത്തിൻ്റെ ബില്ല്, പഞ്ചായത്ത് ടാക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി അടയ്ക്കാത്ത ആളുകൾക്ക് ഈ പുതുക്കുന്നതല്ല. ഇനി ഏത് സ്വാധീനത്തിൻ്റെ പുറത്തായാലും അവരെ വാടകക്കാരെന്നുള്ളതിൽ പിന്നെ അടുത്ത ഘട്ടത്തിലേക്ക് നോർമലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പുതിയ കൊടുക്കും, അവർക്ക് പുതിയ കൊടുക്കും. അല്ലാതെ ഈ വേല കാണിച്ചിരുന്ന 1 മാസം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനി പുതുക്കണ്ട എന്നാണ് ബോർഡ് തീരുമാനം. KSRTC ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ നിലപാട് അതാണ്. വാടക കറക്റ്റായിട്ട് കിട്ടണം. വാടകയിലൊക്കെ വലിയ വർധനമാണ് നമുക്കുണ്ടായിട്ടുള്ളത്. മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ഈ ഒരു 1.5-2 കോടി രൂപയോളം വാടക കൂടുതൽ പിരിക്കാൻ KSRTC എസ്റ്റേറ്റ് സെക്ഷന് കഴിഞ്ഞിട്ടുണ്ട്. അവർ പരമാവധി സ്ഥലങ്ങൾ വാടകയ്ക്ക് കൊടുത്തു. വളരെ വേഗത്തിൽ പരമാവധി സ്ഥലങ്ങൾ വാടകയ്ക്ക് കൊടുത്തുകൊണ്ട് KSRTC വരുമാനം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ അലട്ടുന്നതിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട പോലുള്ള സ്ഥലങ്ങളിൽ ബിൽഡിങ്ങിന് നമ്പർ ഇട്ട് കിട്ടാത്തതുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ വരുമാന നഷ്ടം നമുക്കുണ്ട്. ഇപ്പോൾ STP നമ്മൾ തന്നെ ചെയ്യുകയാണ്. STP ഇല്ലാത്തതുകൊണ്ടാണ് നമ്പർ കിട്ടാത്തത്. നമ്മൾ തന്നെ നേരിട്ട് STP ചെയ്യാൻ തീരുമാനിച്ചു. നമ്മൾ 2 ദിവസം ഓർഡർ കൊടുക്കും. അവരുടനെ പണിത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്പർ കിട്ടിയാൽ ഒരു മാസം ഒരു 1.5 കോടി രൂപ അവിടുന്ന് തന്നെ കിട്ടും. അത്രയ്ക്കധികം കടകളുണ്ട്. ഇതൊക്കെ നമ്മുടെ നഷ്ടങ്ങളായിരുന്നു. നമ്മളതെല്ലാം ജീവനക്കാരുടെ സഹകരണത്തോടു കൂടി അതിനെ മെച്ചപ്പെടുത്തി എടുക്കുന്നുണ്ട്. അവരതിനെ ഉൾക്കൊള്ളുന്നുണ്ട്. ജീവനക്കാർ ഒറ്റക്കെട്ടായിട്ട് ഇത് നന്നാകണം എന്നുള്ള ചിന്തയിൽ തന്നെയാണ്. അവരുടെ ഒരു ആത്മാർത്ഥ ശ്രമമാണ് ഇത്രയും വലിയ കളക്ഷൻ ഉണ്ടാക്കിയത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഇന്നിവിടെ 2-3 കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ ക്യാൻസർ പേഷ്യൻറ്റിന് ചികിത്സയ്ക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്. ആ പദ്ധതിയുടെ കാർഡ് ഇന്ന് വിതരണം. കാരണം സാധാരണ പ്രഖ്യാപനമേ വരാറുള്ളൂ. നടക്കുന്നില്ല എന്നൊരു പരാതി മാധ്യമങ്ങൾക്കും നാട്ടുകാർക്കും ഉണ്ട്. പക്ഷേ നമ്മൾ കാർഡ് തയ്യാറാക്കി. ആ കാർഡിൽ ഒരാളെ രോഗിയാണെന്ന് തോന്നാത്ത വിധത്തിലുള്ള കാർഡാണ്. ഹാപ്പി ലോങ് ലൈഫ് എന്നൊരു കാർഡാണ് നമ്മൾ പ്രസിദ്ധീകരിക്കുന്നത്. ഇപ്പോൾ അത് നമ്മൾ താഴെ ജീവനക്കാരെ മുമ്പിൽ വെച്ച് തന്നെ ലോഞ്ച് ചെയ്യുക, താഴെ വെച്ചിട്ട്.
അതിൽ ഒരു സ്ഥലത്തും രോഗിയാണെന്ന് പറയുന്നില്ല. 6 മാസത്തേക്കാണ് കൊടുക്കുന്നത്. താമസിക്കുന്ന സ്ഥലം മുതൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഹോസ്പിറ്റൽ വരെയുള്ള ട്രിപ്പാണ്. മിസ്യൂസ് ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് പോകും. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ താഴെ നമ്മൾ എഴുതിയിട്ടുണ്ട്. അതൊരു പ്ലസൻറ്റ് കാർഡാണ്, ഫോട്ടോയൊക്കെ വെച്ചിട്ടുള്ളൊരു കാർഡാണ്. അത് കാണുമ്പോൾ ഒരു വിഷ് എന്നുള്ളതേ ഉള്ളൂ. താനൊരു രോഗിയാണെന്ന് തോന്നുന്നില്ല, തനിക്ക് ദീർഘമായൊരു സന്തോഷമുള്ള ജീവിതമുണ്ടെന്ന് പ്രോമിസ് ചെയ്യുന്നൊരു കാർഡാണ്. നമ്മൾ അങ്ങനെ ഒരു പേരിട്ടതാണ്. പിന്നെ മാത്രമല്ല, ഇന്ന് ജീവനക്കാർക്ക് വേണ്ടി, വനിതാ ജീവനക്കാർക്ക് വേണ്ടി പ്രശസ്ത ഓങ്കോളജിസ്റ്റായ ഡോക്ടർ ഗംഗാരൻ ഡോക്ടറിൻ്റെ ഒരു നമുക്ക് വേണ്ടി അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ജീവനം ക്യാൻസർ സൊസൈറ്റി പത്തനാപുരത്തെ ഇന്നലെ അവരെല്ലാവരും സംസാരിച്ച് ഞങ്ങളൊരു തീരുമാനത്തിൽ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒരു സൗകര്യം നമുക്ക് ചെയ്യണം. എല്ലാ വനിതാ ജീവനക്കാരുടെയും ഒരു ക്യാൻസർ പരിശോധന അദ്ദേഹത്തിൻ്റെ മൊബൈൽ യൂണിറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇന്ന് തുടങ്ങിയതിന് ശേഷം മറ്റ് യൂണിറ്റുകളിലേക്ക് നമ്മൾ ഓൾറെഡി ജീവനക്കാർക്ക്, വനിതാ ജീവനക്കാർക്ക് ഒരു ക്വസ്റ്റ്യനെയർ കൊടുത്തിട്ടുണ്ട്. ഡോക്ടർ തന്ന ഒരു ക്വസ്റ്റ്യനെയർ നമ്മൾ അവരുടെ ശാരീരികമായ അവസ്ഥയിൽ അവരുടെ ചില ഡേറ്റകൾ ചോദിച്ചിട്ടുണ്ട്. ആ ഡേറ്റ ഫില്ല് ചെയ്ത് തരുമ്പോൾ അത് വായിച്ച് നോക്കിയിട്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ടവരെ ആദ്യം പ്രയോറിറ്റി കൊടുത്ത് തന്നെ നമ്മളങ്ങ് എടുക്കും. അവരെ ടെസ്റ്റ് ആദ്യം എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആശങ്ക വേണ്ട, അത്തരത്തിൽ എന്തെങ്കിലും കണ്ടുപിടിച്ചാലും ഞാൻ പറയുന്നു അതിന് അവർക്ക് ചികിത്സയ്ക്ക് വേണ്ടി അലയാത്ത വിധത്തിൽ എന്തെങ്കിലും ഒരു പദ്ധതി, ഒരു സംഗതി ഞങ്ങൾ ഒപ്പിക്കും. ഏതാ നമ്മളെ ക്യാൻസർ രോഗം കണ്ടെത്തി അയ്യോ ചികിത്സിക്കാൻ പൈസ ഇല്ല എന്നുള്ള പ്രശ്നം വരില്ല. അതിന് എന്തെങ്കിലും ഒരു മാർഗം നമ്മൾ കണ്ടുപിടിക്കും. അത് ഇപ്പോഴല്ല, ഇപ്പോൾ അതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല. പിന്നെ നമ്മൾ വിതരണം ചെയ്യുന്ന ഒരു കുഞ്ഞുങ്ങളെ ആകർഷിക്കാനുള്ള സാധനമാണ്. KSRTC ഹൈ ക്ലാസ് വണ്ടികളിൽ ദീർഘദൂര യാത്ര ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു കോംപ്ലിമെൻ്റാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നുമില്ല, ഇതിലൊരു ബുക്കുണ്ട്. ഇത് വിമാനത്തിലൊക്കെ ഉള്ളതുപോലെ എൻ്റെ മനസ്സിൽ തോന്നുന്ന ആശയമാണ്. ഇങ്ങനെ ഒരു ചിത്രങ്ങളൊക്കെ വരയ്ക്കാവുന്ന ഒരു ബുക്ക്. കുഞ്ഞുങ്ങൾക്ക് ബോറടിക്കാൻ, കുഞ്ഞുങ്ങൾ വണ്ടിയിൽ വരച്ച് വയ്ക്കരുത് എന്ന് ഉദ്യോഗസ്ഥന്മാർക്ക് ഷാജിക്ക് ഒരു പരാതിയുണ്ട്. വണ്ടി വരച്ച് കളയും. ക്രയോൺസ് ഉണ്ട് അതിനകത്ത്. പിന്നെ കുറച്ച് ഐ ലവ് KSRTC ബലൂണുണ്ട്, ടിഷ്യൂ പേപ്പറുണ്ട്, പിന്നെ കുറച്ച് ചോക്ലേറ്റും ഉണ്ട്. ഇങ്ങനെ ഒരു കിറ്റ് കണ്ടക്ടർ കൈമാറും കുഞ്ഞുങ്ങൾക്ക്. അതിനുള്ള നമ്മൾ സ്പോൺസർ ചെയ്ത് വരുന്നതാണ് അല്ലേ. ഇതിപ്പോൾ ഞാൻ താഴെ വെച്ചത് ലോഞ്ച് ചെയ്യും. കാരണം കൂടുതൽ ആളുകളെ KSRTC യാത്രക്കാരെ കുടുംബസമേതം KSRTCയിലേക്ക് ആകർഷിക്കുക. KSRTC യാത്ര സുരക്ഷിതമാണ് എന്നുള്ള ഒരു സംഭവമുണ്ട് ഇതിനകത്ത്. ഇപ്പം നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ബസ് ഒരെണ്ണം തീ പിടിച്ചു എവിടെ, ആന്ധ്രയിൽ. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് അഭിമാനത്തോടെ വാങ്ങിയ ബസ്സുകളിലെല്ലാം ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെൻറ്റ്സ് എല്ലാം. മാത്രവുമല്ല, ഇന്ത്യയിൽ ആദ്യമായി വോൾവോയുടെ സ്ലീപ്പർ ബസ് വാങ്ങുന്ന ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, വീണ്ടും ഇന്ത്യയിൽ ആദ്യമായി വോൾവോ ബസ് വാങ്ങിയ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ KSRTC ആയിരുന്നു. ഇപ്പോൾ വോൾവോയുടെ സ്ലീപ്പർ ബസ് ആദ്യമായി വാങ്ങുന്ന, നമ്മുടെ വണ്ടി റെഡി ആയിട്ടുണ്ട്, 2 ദിവസം വരും, അത് വാങ്ങുന്ന ആദ്യത്തെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും KSRTC ആണ്. നമ്മൾ വളരെ അഡ്വാൻസ് ചെയ്യാണ്. നമ്മൾ പുതുതായി വാങ്ങിയ വണ്ടികളെല്ലാം നല്ല കളക്ഷനാണ്, നല്ല അഭിപ്രായമാണ്. ജനങ്ങളിൽ നിന്ന് വലിയൊരു പിന്തുണ കിട്ടുന്നുണ്ട്. ജീവനക്കാരുടെ നല്ല പെരുമാറ്റം, 95% ജീവനക്കാരും നല്ല പെരുമാറ്റവും നല്ല സമീപനമാണ്. അവർ ജനങ്ങളെ ആകർഷിക്കുന്നത്. യാത്രക്കാർ വളരെ നല്ല അനുഭവങ്ങളാണ് മന്ത്രി എന്ന നിലയിൽ എന്നെ എഴുതി അറിയിക്കുന്നത്. മറ്റേ സ്ഥിരം ചീത്ത പറഞ്ഞുള്ള മെസ്സേജുകളായിരുന്നു. അങ്ങനെ ചെയ്തു. പക്ഷേ നല്ല വ്യത്യസ്തമായ, വളരെ ആത്മാർത്ഥതയോടെ, വളരെ സ്നേഹത്തോടെ ജീവനക്കാർ പെരുമാറുന്നു എന്നുള്ള ഓരോ മെസ്സേജുകൾ വരുന്നുണ്ട് എനിക്ക്. അപ്പോൾ അത് കാണുമ്പോൾ ഞാൻ സന്തോഷിക്കാറുണ്ട്. വളരെ നല്ല പെരുമാറ്റമാണ്. ഒരു കുഞ്ഞിനെ ഇറക്കി വിട്ടതിനെ പറ്റി ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. കുഞ്ഞിനെ വണ്ടി നിർത്തി ഇറക്കി വിട്ടിട്ട് പോയുള്ള, അപ്പോൾ കുഞ്ഞിൻ്റെ എന്തോ കൺസെഷൻ പറന്നുപോയി എന്നൊരു സംഭവം ഞാനിങ്ങനെ വായിച്ചു. അപ്പോൾ അതൊക്കെ നല്ലതാണ്. അത്തരം കുഞ്ഞുങ്ങളുടെ കൺസെഷനും കാർഡിലേക്ക് മാറി, പേപ്പറൊക്കെ പോയി, ഇനി പറന്നുപോയില്ല, അതും കാർഡായി. എല്ലാം കാർഡുകളാണ്. എല്ലാവരും മാധ്യമങ്ങൾ നൽകുന്ന എല്ലാ പിന്തുണയ്ക്കും സന്തോഷമുണ്ട്. എന്തെങ്കിലും വിമർശിക്കുന്നതിന് മുമ്പേ ആളുകൾ പറഞ്ഞു തരും. ഈ ചില മാധ്യമങ്ങളെ വിളിച്ച് പറഞ്ഞു തരാം, അവിടെ അങ്ങനെ ചെയ്തു, ഇവിടെ ഇങ്ങനെ, ഒന്ന് ചോദിച്ചിട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം വെച്ചാൽ നമ്മൾ വളരെ കഷ്ടപ്പെട്ടാണ് KSRTC ഉയർത്തിയെടുക്കുന്നത്. അതിനെ ഡാമേജ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ദയവ് ചെയ്ത് ഡാമേജ് ചെയ്യാതിരിക്കുക. കാരണം നമ്മളൊരു പൊതുമേഖലാ സ്ഥാപനമാണ്. അത് രക്ഷപ്പെടുന്നു എന്നുള്ളതിൽ മലയാളി അഭിമാനിക്കുകയാണ്. ഇതുപോലൊരു അവസരം നമുക്കില്ല. മുഖ്യമന്ത്രിയുടെ വലിയ പിന്തുണയുണ്ട്, ധനകാര്യ വകുപ്പിൻ്റെ പിന്തുണയുണ്ട്. നമ്മൾ ഇത്രയധികം വണ്ടികൾ വാങ്ങുന്നു, 128 കോടി രൂപയ്ക്ക് വണ്ടി വാങ്ങുന്നു. ഇതെല്ലാം വരുമ്പോൾ, ഇത് രക്ഷപ്പെടാൻ ഒരുങ്ങുമ്പോൾ ദയവ് ചെയ്ത് നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ കൊടുക്കുക. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. വടകരയിൽ നിന്നൊരു ബസ് തുടങ്ങി. അവിടുത്തെ MLA ശ്രീമതി KK രമ എന്നോട് ആവശ്യപ്പെട്ട് പുതിയ 2 ബസ് കൊടുത്തു. അപ്പോൾ പുതിയ വന്ന സൂപ്പർ ഫാസ്റ്റിന് ഒരു പ്രത്യേകതയുണ്ട്, സ്റ്റോപ്പുകൾ കുറവാണ്. പ്രീമിയം സൂപ്പർ ഫാസ്റ്റിൻ്റെ വണ്ടിക്ക് സ്റ്റോപ്പുകൾ കുറവാണ്. അപ്പോൾ അങ്ങനെ കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് നേരത്തെ എത്താം. അപ്പോൾ നിങ്ങളെ യാത്രക്കാരായി ചിന്തിക്കണം. യാത്രക്കാരെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ എത്തേണ്ട സ്ഥലത്ത് നേരത്തെ എത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അവിടെ ഒരു സൂപ്പർ ഫാസ്റ്റ് തിരുവനന്തപുരത്ത് ഓടിക്കൊണ്ടിരുന്നു. അത് വന്നതിനേക്കാൾ 41 സ്റ്റോപ്പ് കുറച്ച ഈ വണ്ടി
അത് വന്നതിനേക്കാൾ 4 മണിക്കൂർ വൈകി വരികയാണ്. അപ്പോൾ ഒരു മാധ്യമത്തിൽ പറയുന്ന 4 മണിക്കൂർ വൈകി ഓടുന്നത് റോങ് ആണ്, നമ്മളങ്ങ് നിർത്തി. കോഴിക്കോട് വരെ പോയാൽ ഇതാണ്, അങ്ങനെ റോങ് ആയിട്ട് ഒരു തെറ്റ് ആവർത്തിക്കാൻ പാടില്ല. അതുകൊണ്ട് അപ്പം തന്നെ നിർത്തി. വേറെ ഒന്നുമല്ല, അങ്ങനെ ചെയ്യരുത്. കാരണം എന്തുകൊണ്ടാണ് ഈ സാധാരണ ഒരു സൂപ്പർ ഫാസ്റ്റ് എത്തുന്നതിനേക്കാൾ ഈ 41 സ്റ്റോപ്പ് കുറച്ച വണ്ടി 4 മണിക്കൂർ വൈകി വരുന്നത് എന്ത് കുഴപ്പം? എന്താണ് കുഴപ്പം? അത് മന്ത്രിയുടെ കുഴപ്പമാണോ, CMDയുടെ കുഴപ്പമാണോ, ആരെ കുഴപ്പമാണ്? അപ്പോൾ അതിനകത്ത് എന്തോ ഒരു സൂത്രമുണ്ട്. ആ സൂത്രം ഉള്ളത് കൊണ്ടാണ് ഈ വാർത്ത കണ്ട ഉടനെ ആളുകളെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് ചോദിച്ചാൽ വണ്ടി കോഴിക്കോടേക്ക് വെച്ചാൽ കട്ട് ചെയ്തു. KK രമ MLA മാഡം എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ ഞാനത് പരിശോധന കാര്യം ഇതാണ്, എന്താണെന്നറിയില്ല, അങ്ങനെ പോവുകയാണ്. അത് ശരിയല്ല. ഞാൻ KSRTC ജീവനക്കാരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ KSRTCക്ക് 8 വർഷങ്ങൾ 9 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് KSRTC വണ്ടി വാങ്ങിച്ചവനാണ്. KSRTCയുടെ പേരിൽ വണ്ടി വാങ്ങിച്ചു. പക്ഷേ എനിക്കത് ദുഃഖമുണ്ട്. കാരണം ആ വണ്ടികൾ കൈ കിട്ടുമ്പോൾ ഈ ഡ്യൂട്ടി ഒന്നും പോരാ എന്ന് പറഞ്ഞ് വലിയ പ്രശ്നം ഉണ്ടാക്കണം. അപ്പോൾ അതുകൊണ്ട് ഇനി KSRTCയുടെ പേരിൽ വണ്ടി വാങ്ങുന്നില്ല എന്ന് തീരുമാനിച്ചു. കാരണം എനിക്ക് മുമ്പേ വന്നവർ എന്നെക്കാൾ ബുദ്ധിമാന്മാരായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായപ്പോഴാണ്. അവർക്ക് ബുദ്ധിയുള്ളതുകൊണ്ടാണല്ലോ അവർ ചെയ്തത്. ഞാനതൊന്ന് തിരുത്താൻ നോക്കിയതാണ്. അപ്പോൾ അത് വേണ്ട, അതിൻ്റെ പുറകെയുള്ള പർപ്പസ് പറയായിരുന്നു എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ മുൻ സാരഥികൾ എടുത്തിരുന്ന തീരുമാനത്തിലേക്ക് തിരിച്ച് കൊണ്ടുണ്ട്. അത് KSRTCയുടെ പേരിൽ തന്നെ ഇനി വരാൻ പോകുന്നതെല്ലാം സ്വിഫ്റ്റിൻ്റെ പേരിൽ. കാരണം അത് സമ്മതിക്കില്ല. ചില സ്ഥലങ്ങളിൽ ചില ആളുകൾ അതൊരു മുതലെടുപ്പിന് ഉപയോഗിക്കുന്നത്, അത് ശരിയാവില്ല. അതങ്ങനെ മുതലെടുത്തുകൊണ്ടാണ് മുമ്പിരുന്ന മന്ത്രിയും ബിജു പ്രഭാകരനും എല്ലാം അങ്ങനെ തീരുമാനം അവരെടുത്തത്. അവരുടെ തീരുമാനം ശരിയാണെന്ന് എനിക്കും തോന്നുന്നു. ഓരോ പരിഷ്കാരം കൊണ്ടുവരുമ്പോഴും ജീവനക്കാർ ആശുപത്രിയിൽ പോകുന്നില്ല എന്നൊരു പരാതിയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ഭരണപക്ഷ യൂണിയൻ തന്നെ CIT സമരം നടത്തിയായിരുന്നു. അതായത് നേരത്തെ ഉണ്ടായ 125 താൽക്കാലിക ജീവനക്കാരെ പുറത്താക്കി, അകാരണമായിട്ട് പുറത്താക്കിയിരുന്നു. പലരും 50 വയസ്സ് അടക്കം മുകളിലുള്ളതെന്നാണ് പറഞ്ഞത്. ആ ഒരു സമരത്തിൽ വന്ന LDF കൺവീനർ TP രാമകൃഷ്ണനെ ഉദ്ഘാടനം ചെയ്തത്. പല പരിഷ്കാരങ്ങളും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് സമരത്തിൽ പറഞ്ഞത്. ഈ പറഞ്ഞാൽ ഏതെങ്കിലും അത് അദ്ദേഹം രാഷ്ട്രീയം പറഞ്ഞില്ല, അത് സാരമില്ല, അതിലെനിക്ക് പിണക്കമൊന്നുമില്ല. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്, അതിലൊന്നും ഒരു പ്രശ്നം. അതൊക്കെ ഒരു പ്രസംഗം നടത്തുമ്പോൾ നമ്മളെല്ലാം പലതും പറയും, അതിൽ കാര്യമില്ല. അത് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. പക്ഷേ ഇവിടെ ഏത് പരിഷ്കാരമാണ് അടിച്ചേൽപ്പിച്ചത്? ഇന്നിപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, ഒന്നും അടിച്ചേൽപ്പിച്ചില്ല. ഇതിനെ നന്മയ്ക്ക് വേണ്ടിയുള്ള പരിഷ്കാരം. പക്ഷേ ഈ ആളുകളെ പിരിച്ചുവിട്ടെന്ന് പറയുന്നതിനകത്ത് സംഘടന എന്ന നിലയിൽ അവർ പറയുന്നത് ശരിയാണ്. തൊഴിലാളികളൊപ്പം നിൽക്കേണ്ടവരാണ് തൊഴിലാളി സംഘടന, അതിലൊന്നും എനിക്കിതില്ല. പക്ഷേ KSRTCയിലെ MLA ഫണ്ട് ഉപയോഗിച്ച് മിക്കവാറും ഓൾമോസ്റ്റ് ഒരു പകുതിയിലധികം ബസ് സ്റ്റേഷനുകൾ കമ്പ്യൂട്ടറൈസ് ചെയ്ത് കഴിഞ്ഞു. അവിടെ ആവശ്യമില്ല. പിന്നെ നമുക്ക് ഈ മിനിസ്റ്റീരിയൽ സ്റ്റാഫിനെ നമ്മൾ ആവശ്യപ്പെടുന്ന ഏറ്റവും എമർജൻസി ഉള്ള സ്ഥലം ടിക്കറ്റ് ആൻഡ് ക്യാഷാണ്. ഈ ടിക്കറ്റ് ആൻഡ് ക്യാഷിലിരിക്കാൻ ആരും തയ്യാറല്ല. എല്ലാവർക്കും അസുഖമാണ്, രാത്രി ഉറക്കമൊഴിക്കാൻ വയ്യ. എന്നാൽ ലൈറ്റ് ഡ്യൂട്ടി കൊടുത്തു, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ലൈറ്റ് ഡ്യൂട്ടി കൊടുത്തു. നിങ്ങൾ മനസ്സിലാക്കണം, 23,000 ജീവനക്കാരുള്ള KSRTCയിൽ 2,700 പേർക്ക് ജോലി ചെയ്യാൻ ആരോഗ്യമില്ലാന്ന് എഴുതി തന്നിരിക്കുകയാണ്. എന്താ ചെയ്യേണ്ടത്? 10% മേളിലാണ്. അപ്പോൾ ഈ ജോലി ചെയ്യാൻ അപ്പം ഡോക്ടർ എഴുതി തന്നു, ഇവരെ രാത്രി മരുന്നൊന്നും കഴിക്കേണ്ടവരല്ല, ഇവർക്ക് രാത്രിയിൽ ടിക്കറ്റ് ആൻഡ് ക്യാഷ് ജോലി ചെയ്യാം. അതനുസരിച്ച് നിയമിച്ചു. പോകില്ല. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾ എന്താ ചെയ്യാൻ പറ്റുന്നത്? പോകില്ല. രാത്രി ആരിരിക്കും? അപ്പോൾ കുറച്ച് ആളുകൾ, അപ്പോൾ ഈ ഡെയിലി ബേസുകാരെന്ന് വെച്ചാൽ അവരെ കൊണ്ട് രാത്രി പണിയെടുപ്പിക്കുക, എന്നിട്ട് മറ്റുള്ളവർ പകൽ ലീവ് എടുക്കുക. ഈ ഇത്രയും കമ്പ്യൂട്ടറൈസേഷൻ വന്ന സ്ഥിതിക്ക് അത്ര ആളിൻ്റെ ആവശ്യമില്ല. KSRTC ലോൺ എടുത്താണ് ശമ്പളം കൊടുക്കുന്നത്. ഇത് മാനേജ് ചെയ്തുകൊണ്ട് പോകണ്ടേ? ഒരു ചരട് കെട്ടിയിട്ട് അതിനിവിടെ സർക്കസ് നടക്കുകയാണ്. അതിനെ ഒന്ന് സ്റ്റേബിൾ ആക്കണമെങ്കിൽ പലിശ, അതായത് ഇന്നത്തെ കണക്കനുസരിച്ച് 76 കോടി രൂപ ഓവർ ഡ്രാഫ്റ്റ് ഓടി നിൽക്കുകയാണ്. ഈ 76 കോടി രൂപയുടെ ഓവർ ഡ്രാഫ്റ്റിൻ്റെ പലിശ ഒരു മാസം ശരാശരി 50 ലക്ഷം രൂപ വരും, ഏറ്റവും കുറഞ്ഞത്. ഈ 50 ലക്ഷം രൂപ പലിശ കൊടുത്തിട്ടാണ്, ഇത് സർക്കാർ തരുന്നില്ല, KSRTC വരുമാനത്തിന് എടുക്കുകയാണ്. ഈ 50 ലക്ഷം രൂപ എടുത്തിട്ടാണ് ഈ ശമ്പളം കൊടുക്കുക. ശമ്പളം 1-ാം തീയതി കൊടുക്കണമെങ്കിൽ എല്ലാം ഓക്കെ. ഈ ഓവർ ഡ്രാഫ്റ്റ് ഓടിയിട്ട് ഈ 50 ലക്ഷം രൂപ ശമ്പളം എടുത്തിട്ടാണ് നമ്മൾ പലിശ എടുത്തിട്ടാണ്. അപ്പോൾ ആ പലിശ എടുക്കുന്ന പണം എവിടെ നിന്ന് വരുന്നു? വരുമാനം വർദ്ധിച്ചാൽ വരില്ല. എവിടെയെങ്കിലുമൊക്കെ ചിലവ് കുറയ്ക്കണം. അനാവശ്യമായ എല്ലാ ചിലവും വെട്ടി കുറയ്ക്കാം. ആ വെട്ടി കുറച്ചുകൊണ്ട് മാക്സിമം വണ്ടി ഓടിച്ച് ഏറ്റവും ഡെഡ് മൈലേജ് ഒഴിവാക്കി ആ പിടിക്കുന്ന പൈസ എവിടെ നിന്നൊക്കെ കറണ്ട് ചാർജ്, ഞാനിപ്പം ബഹുമാനപ്പെട്ട എല്ലാ MP മാർക്കും കത്ത് തയ്യാറാക്കി കഴിഞ്ഞു, ഞാൻ ഒപ്പിട്ടു ഇന്നലെ. അവർക്ക് അയക്കുകയാണ്. എന്താണ് ഈ എല്ലായിടത്തും സോളാർ പാനൽ വയ്ക്കാൻ വേണ്ടി അവരെ MP ഫണ്ട് തരണമെന്നാണ് എല്ലാ ലോകസഭ രാജ്യസഭ MP മാർക്കും ഞാൻ കത്തയക്കാം. കത്ത് റെഡിയായി, ഞാൻ സൈൻ ചെയ്ത് കഴിഞ്ഞു. ഇന്നും നാളെയൊക്കെ ആയിട്ട് അത് പോസ്റ്റ് ചെയ്യും. അപ്പോൾ അവരെ ഇപ്പോൾ MLA തന്നതുപോലെ അവർ സോളാർ വയ്ക്കാൻ പണം തന്നാൽ കോടിക്കണക്കിന് രൂപ വൈദ്യുതി ലാഭിക്കാം. ആ വൈദ്യുതി ലാഭിക്കുമ്പോൾ ആ പണമൊക്കെയാണ് ഈ പലിശ കൊടുക്കുന്നത്. ഇപ്പോൾ 150 വരെ പിരിച്ചു വിട്ടു പറയുന്നു. അവരെ ശമ്പളം തന്നെയാണ്ട് 28-30 ലക്ഷം രൂപ വരുന്നുണ്ട്. ഇപ്പോൾ എല്ലായിടത്തും ക്യാമറ വയ്ക്കുകയാണ്. ക്യാമറ വെച്ച് കഴിയുമ്പോൾ അനാവശ്യമായ സെക്യൂരിറ്റിക്കാർ ആവശ്യമില്ല. എല്ലാ മുക്കിലും മൂലയിലും ക്യാമറ വയ്ക്കുക. പിന്നെ സെക്യൂരിറ്റിക്കാരോട് വേണമെന്ന് പറയുന്നത് എങ്ങനെയാണ്?
അപ്പോൾ ഈ ക്യാമറയുടെ വാച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് ആക്സിഡൻറ്റിലും മറ്റും കാലൊക്കെ പോയിട്ടുള്ള ഡ്രൈവർമാരൊക്കെ ഉണ്ട്. അവരവിടെ ഇരുന്ന് വാച്ച് ചെയ്യും. അപ്പോൾ അവർക്ക് ശമ്പളവും കിട്ടും, നമ്മളെ ജോലിയും നടക്കും. അല്ലാതെ ഇപ്പോൾ ഏത് വാച്ചറാണ് ഒരാളെ പിടിച്ചു മാറ്റുന്നത്? അടി വാങ്ങിക്കും. നമ്മളെന്താണെങ്കിൽ പോലീസിന് വിളിക്കുക, പോലീസ് വരും. അത് ഈ ഇരിക്കുന്ന ആൾ മതി. ടി വിയിൽ ഒരു മോശമായ കാഴ്ച കണ്ടു, ഉടൻ പോലീസിനെ വിളിക്കുക, പോലീസ് വന്നത് കൈകാര്യം, പോലീസാണ് കൈകാര്യം, നമ്മുടെ സെക്യൂരിറ്റിക്കാർ കൈകാര്യമില്ല. കൊട്ടാരക്കരയിൽ 8 ബസ്സുകൾ ഡാമേജ് ചെയ്തു. 8 ബസ് ഡാമേജ് ചെയ്ത് ഒരു സെക്യൂരിറ്റിക്കാരനും കണ്ടില്ല. 16 സെക്യൂരിറ്റിക്കാരുണ്ടായിരുന്നു, 18 പേരെ കണ്ടുണ്ടായിരുന്നു, ആരും കണ്ടില്ല. അപ്പോൾ ഇവർക്ക് എന്തായിരുന്നു ജോലി? അപ്പം അത്തരത്തിലുള്ള അനാവശ്യ ചെലവുകളെല്ലാം ഒഴിവാക്കി ഇത് വൃത്തിയായിട്ട് കൊണ്ടുപോകും. പലിശ കൊടുത്ത് എല്ലാ ജീവനക്കാരും മനസ്സിലാക്കുക, പലിശ കൊടുത്ത് ഓവർ ഡ്രാഫ്റ്റ് എടുത്താണ് നിങ്ങൾക്ക് 1-ാം തീയതി ശമ്പളം തരുന്നത്. നിങ്ങളും നിങ്ങളുടെ കുടുംബവും സന്തോഷത്തോടെ ഇരിക്കുക. ഓണം നന്നായി ആഘോഷിച്ചു, മുടക്കം കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ അതിന് ചില ചെലവ് ചുരുക്കൽ നടപടികളുണ്ടാകും. ധനകാര്യ വകുപ്പ് തന്നെന്ന എല്ലാ നിർദ്ദേശവും പണം തരുമ്പോൾ ഓരോ തവണയും അവർ ധനകാര്യ മന്ത്രി അടക്കം പറയുന്നത് ചെലവ് കുറയ്ക്കും. നിങ്ങൾ എന്ത് ചെലവ് കുറച്ച് കണക്കെഴുതിക്കൊണ്ട് പ്ലാനിംഗ് ബോർഡിന് മുമ്പിൽ നമ്മൾ ചെലവ് കുറച്ച കണക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അവർ കൈയടിക്കുകയാണ് ചെയ്തത്. പ്ലാനിംഗ് ബോർഡ് കൈയടിച്ചാണ് സ്വീകരിച്ചത് നമ്മൾ ചെയ്ത നടപടികൾ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിലൊന്നും വിമർശനങ്ങൾ എനിക്ക് യാതൊരു വിഷമവുമില്ല. അതൊക്കെ പൊളിറ്റിക്കലായിട്ട് നമ്മൾ വിമർശിക്കേണ്ടി വരും, പറയും. അത് രാഷ്ട്രീയമാണ്. അത് തെറ്റെന്താ? അത് അവർ ചെയ്യേണ്ട ജോലി തന്നെയാണ്. അതിലൊരു തെറ്റ് ഞാനായാലും പറയും. പക്ഷേ ഇതിൽ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ശമ്പളം കൃത്യമായി കൊടുക്കുന്നു, ബോണസ് കൊടുക്കുന്നു. നമ്മുടെ ഈ ലാഭം എന്ന ഒരു അച്ചീവ്മെന്റിലേക്ക് എത്താൻ ഒരു നിശ്ചിത പരിധി സമയം പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ ഈ നിലയിൽ മുമ്പോട്ട് മൂവ് ചെയ്യുകയാണ്. നമ്മൾ പലപ്പോഴും നമ്മളെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നം മഴയാണ്. നിരന്തരമായ മഴ നമ്മളെ തകർക്കുകയാണ്. നമ്മൾ ഈ 10 കോടിയൊക്കെ നമ്മൾ കളക്ഷൻ 9 കോടി 10 കോടിയൊക്കെ നേടിയെന്ന് പറയുമ്പോൾ പിറ്റേ ദിവസം നേരെ വന്നിട്ട് ഈ മഴ വന്നിട്ട് 5.5 കോടിയിലേക്കാണ് താഴുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ 5.5, 6 താഴെ പോവുകയാണ്. ശരാശരി നമ്മുടെ ഇൻകം വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ മഴ വന്നാൽ പിന്നെ ആരും പുറത്തിറങ്ങുന്നില്ല. എല്ലാ വണ്ടിയും 5.5 കോടിയിലേക്ക് വന്നു കളക്ഷൻ താഴോട്ട്. ആവറേജ് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടിയിട്ടുണ്ട്. EPK കൂടിയിട്ടുണ്ട്, കളക്ഷൻ കൂടിയിട്ടുണ്ട്. ശരാശരി കളക്ഷൻ ഒരു 7, 7.5, 7.25 കോടി രൂപയൊക്കെ വന്നിട്ടുണ്ട്. ഒരു 8.5 പോകണം. 8.5 ശരാശരി വന്നാൽ നമുക്ക് ബ്രേക്ക് ഈവനായിട്ട് കൊണ്ടുപോകാം, നഷ്ടമില്ലാതെ കൊണ്ടുപോകാൻ പറ്റും. അതിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ മഴ വല്ലാതെ നമ്മളെ പ്രശ്നമുണ്ടാകും. ഇപ്പോൾ സമരങ്ങളും ബഹളങ്ങളും നമ്മളെ ബന്ധവും നമ്മളെ ഹർത്താലൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ മഴ വല്ലാതെ നമ്മളെ ബാധിക്കുന്നു. കഴിഞ്ഞ ദിവസം 5.5 കോടിയിലേക്ക് ഇറങ്ങി. ഭയങ്കര നഷ്ടമാണ്. അതൊക്കെ ഭയങ്കര വിഷമമാണ്. നമ്മുടെ ഈ സമ്പൂർണ്ണ ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറുന്നത് ഇപ്പോൾ ഒരു കാണിച്ചു. ഇതൊക്കെ എല്ലാം ഒന്നിച്ച് കോർഡിനേറ്റ് ചെയ്തതാണോ? വിവിധ അക്കൗണ്ട്സ് എല്ലാം ഒരിടത്ത് ഒരു ഡാഷ് ബോർഡിലേക്ക് വരും. പല സോഫ്റ്റ്വെയർ ആണെങ്കിലും എല്ലാം ഒരു സ്ഥലത്ത് ഒറ്റ ഡാഷ് ബോർഡിൽ കാണാൻ പറ്റും. ഇപ്പം നമ്മൾ ഈ കൊറിയറിൻ്റെ കാര്യം കൂടെ പറയാം. കൊറിയറിനെ പറ്റി ഒരു ധാരണ പരത്തുന്നത് അതെല്ലാം മാധ്യമങ്ങളും മനസ്സിലാക്കണം. കൊറിയർ നമ്മൾ നടത്തിക്കൊണ്ടിരുന്നു. കൊറിയറിന് ടേൺ ഓവർ കൂടുന്നതല്ലാതെ കൊറിയറിൻ്റെ എഫിഷ്യൻസിയിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കൊറിയറിൻ്റെ നടത്തിപ്പിൽ പ്രശ്നമുണ്ടായിരുന്നു. സാധനങ്ങൾ പലതും മിസ്സിംഗ് ആണ്. കൺസ്യൂമർ കോടതികളിൽ നമ്മൾ കേസ് പറയുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കൊറിയർ ആന്ധ്രാപ്രദേശ് ചെയ്തതുപോലെ ഒരു സ്വകാര്യ കമ്പനിയുമായി എൻ്റെ ഓപ്പറേഷൻ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അതിൽ KSRTC നഷ്ടമൊന്നുമില്ല. 19% അല്ലേ, നമ്മൾ കിട്ടുന്ന കളക്ഷൻ്റെ 19% അവർക്ക് കൊടുക്കും. പക്ഷെ അവർ മാനേജ് ചെയ്തോളും. അവർക്കൊരു ഗോഡൗൺ ഫെസിലിറ്റി കൊടുക്കും. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് അവരെ കൊണ്ട് വീടുകളിൽ നിന്ന് സാധനങ്ങൾ എടുക്കുക, വീടുകളിൽ കൊണ്ടു കൊടുക്കുക. ഇതാണ് ലക്ഷ്യം. അപ്പോൾ അതിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു ഇതിനെ വെച്ചിട്ട് സ്റ്റാഫ് പാറ്റേണും കാര്യം അതെല്ലാം കൂടി KSRTCക്ക് താങ്ങാൻ പറ്റില്ല. അവരും KSRTC സ്റ്റാഫായി മാറുന്നു. അത് KSRTC താങ്ങാൻ പറ്റുന്ന കാര്യമല്ല. പല പിന്നെ കേസുകൾ വരും. ഇവർ തന്നെ നാളെ കൊണ്ട് ഞങ്ങൾ കൊറിയർ ജോലി ചെയ്തതാണ്, ഞങ്ങൾക്ക് അത് തരും, ഗ്രാറ്റുവിറ്റി വരും, കൊണ്ട് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കേസ് കൊടുത്ത് നമ്മൾ തോറ്റ് കോടിക്കണക്കിന് കൊടുക്കാൻ. ഇതൊക്കെ നമ്മൾ വളരെ പണിപ്പെട്ടാണ് മാനേജ് ചെയ്യുന്നത്. അല്ല വളരെ നിസ്സാരമായിട്ട് 1-ാം തീയതി ശമ്പളം കൊടുക്കുന്നു എന്ന് പറയുന്നത് വളരെ നിസ്സാരമായൊരു കാര്യമല്ല. വലിയൊരു സർക്കസ് കാണിച്ചിട്ടാണ് പോകുന്നത്. ആ സർക്കസ് എപ്പോൾ വേണമെങ്കിലും പൊളിയാം. അത് പൊളിക്കാൻ വേണ്ടി ആരും ശ്രമിക്കേണ്ട. അതുകൊണ്ടാണ് ചില കടുത്ത നിലപാടെടുക്കുന്നത്. സർക്കസ് പൊളിഞ്ഞു പോകും. അത് പൊളിയാൻ പാടില്ല. അപ്പോഴെല്ലാവരും എതിരാവും. ഈ 120 പേർക്ക് വേണ്ടി സമരം ചെയ്യുന്ന നേതാക്കൾ വരെ എനിക്ക് എതിരാകുന്ന അതിലായിരിക്കും. കൊടുത്ത ആനുകൂല്യം തിരിച്ചെടുക്കാൻ പറ്റില്ല. 1-ാം തീയതി ശമ്പളം എന്നുള്ളത് അവർക്ക് എല്ലാ മാസവും കൃത്യമായി ഒരുമിച്ച് ശമ്പളം കൊടുക്കുന്ന സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകണം എങ്കിൽ ചില നടപടികൾ എടുക്കണം. അതിനെല്ലാവരും സഹകരിക്കണം. ഹൈക്കോടതി ഉത്തരവ് കണ്ടോ? ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നത് പ്രത്യേക കാരണം കാണിക്കാതെ ഈ വ്യക്തിയെ അവിടെ നിന്ന് സ്ഥലം മാറ്റിയത് കൊണ്ട് അത് റദ്ദാക്കുന്നു. ഏത് സ്ഥലം മാറ്റം? തൊട്ട് താഴത്തെ വരിയും കൂടെ വായിക്കണം.
നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റിൽ മറ്റ് നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതിന് ഈ ഉത്തരവ് ഒരു തടസ്സമല്ല. KSRTCനുള്ള അധികാരം ഉണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവാണ്. എന്നെ കളിയാക്കാൻ വേണ്ടി ആ മന്ത്രി മുട്ടുമടക്കി തലകുത്തി. എനിക്ക് മുട്ടുമടക്കാനും തലകുത്തിക്കാനും ഒരു വിഷമമുള്ള ആളല്ല. അതൊന്നും ഇതെൻ്റെ കുടുംബ പ്രശ്നമൊന്നും അല്ലല്ലോ. ഇത് വ്യക്തിപരമായ കാര്യമല്ല. എനിക്ക് ആ വ്യക്തിയോട് എന്താണ് വ്യക്തിവിരോധം? നിങ്ങൾ പറയുന്ന കൂടി ശ്രദ്ധിക്കണം. കാലിക്കുപ്പിയാണ് വാരിയിട്ടിരുന്നത്. കുടിക്ക ദാഹജലം തടഞ്ഞ ദുഷ്ടനായ മന്ത്രിയൊന്നുമല്ല, ദാഹജലമൊന്നുമല്ല. അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. വിജിലൻസ് എടുത്ത വീഡിയോ ഉണ്ട്. ഞാൻ എടുത്ത വീഡിയോ അല്ല, വിജിലൻസ് എടുത്ത വീഡിയോ ഉണ്ട്. കോടതി ഉത്തരവ് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പ്രമോദ് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കും. ആ കോടതി ഉത്തരവ് നിങ്ങൾക്ക് വാട്സാപ്പിൽ ഇട്ട് തരാം. ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിരിക്കുന്നത് ഈ ഒരു സ്ഥലം മാറ്റം വേണ്ടെന്ന് വയ്ക്കുന്നു. പക്ഷെ ഒരു രഹസ്യം കൂടി ഞാൻ ചോദിക്കട്ടെ. ഈ പാവപ്പെട്ട ഡ്രൈവർക്ക് ആരാണ് ഇതിൻ്റെ പുറയിൽ? ഇതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആരോ ഇതിൻ്റെ പുറയിലില്ല. ഇത് നന്നാവരുന്ന പ്ലാസ്റ്റിക് കുപ്പിയിട്ടതിന് മന്ത്രി കണ്ടു, ശകാരിച്ചു. തെറ്റാണോ? അതൊരു തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ ഒരു പ്രായത്തിൽ എൻ്റെ അനിയനെ പോലെ ഒരാളോട് നിങ്ങൾ എന്തിനാണ് ചെയ്തത്, അങ്ങനെ ചെയ്യരുത് എന്ന് പറയാൻ എനിക്ക് അധികാരമുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതിനെപ്പറ്റിയൊന്നും കോടതി പറഞ്ഞിട്ടില്ല. ഞാനിതിൻ്റെ CEO ആണ്. എൻ്റെ കൺമുമ്പിൽ കാണുമ്പോൾ ഞാൻ വണ്ടികൾ നിങ്ങളുടെ കൺമുമ്പിൽ കാണുമ്പോൾ വണ്ടി റോങ് ആയിട്ട് ഓടിക്കും. നിങ്ങൾ വീഡിയോ പകർത്തി എനിക്ക് അയച്ചു തരാറില്ലേ? ഞാൻ നടപടി എടുക്കാറില്ലേ? അത് നിങ്ങൾക്ക് അതിന് അധികാരമുണ്ടോ? പത്രപ്പുറത്തവർക്ക് ഇതിനകത്ത് അധികാരമുണ്ടോ എന്ന് ആരെയും ചോദിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ സാധാരണ ജനങ്ങൾ അയക്കുന്നില്ലേ? സിറ്റിസൺ ആപ്പിലേക്ക് ഓരോ കുറ്റകൃത്യങ്ങൾ വീഡിയോയിൽ പകർത്തിയിട്ട് അയച്ചു തരുന്നില്ലേ? ഇപ്പോൾ എറണാകുളത്ത് പിന്നെ കേരളം മുഴുവൻ ഈ ഹോൺ എടുക്കുകയാണ്. നിങ്ങളതിൻ്റെ മറുവശം വാങ്ങിക്കണം. ഹോൺ ഇളക്കി മാറ്റുന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിൻ്റെ പുറത്ത് ഒരു അഡ്വക്കേറ്റ് ഇരുന്ന് അടിക്കുന്നതായിട്ട് ഇയാൾ ഏത് അധികാരത്തിൻ്റെ പുറത്താണ് എടുക്കുന്നത്? ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു ഇത്ര ഡെസിമലിന് വേണ്ടിയുള്ള ഹോൺ അടിച്ചാൽ നടപടി എടുത്തിരിക്കണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്. അജ്ഞത നടിക്കരുത്. എറണാകുളത്ത് പോയി വണ്ടി ഓടിച്ച് നോക്കും. നിങ്ങളെ പുറകെ കൊണ്ടുവച്ച് ഹോൺ അടിച്ച് പൊറുതി മുട്ടിക്കുകയാണ്. ഈ ഒരു വശത്ത് പറയുന്നു ഗണേഷ്കുമാർ ഹോൺ എടുക്കാൻ പറഞ്ഞു. ഈ റോളർ കയറ്റാനെന്ന് ഞാൻ പറഞ്ഞല്ല, അത് ട്രാൻസ്പോർട്ട് കമ്മീഷൻ നിർദ്ദേശപ്രകാരം. കാരണം അത് റീസെയിൽ ചെയ്യും. അതാണ് നമ്മുടെ നാട്. ഇല്ല, കോളാമ്പി അവർ പറയുന്ന ഞാൻ ചോദിച്ചു അത്. അപ്പോൾ അവരുന്ന കോളാമ്പിയെ മതി, മറ്റത് കിട്ടത്തില്ല, സ്പെയർ കിട്ടത്തില്ല, ഇതിന് മാത്രമായിട്ട് സെറ്റായിട്ട് വാങ്ങി നോക്കുമെന്നാണ് പറയുന്നത്. അല്ല, ഇത് നശിപ്പിച്ചില്ലെങ്കിൽ ഇതേ സാധനം തിരിച്ച് മറ്റേ അറ്റാറ്റത്ത് പോകും. ശരിക്കും പറഞ്ഞാൽ മൊത്തം ഇളക്കി മാറ്റേണ്ടതാണ്. അത് മാത്രമല്ല, മ്യൂസിക്കൽ ഹോൺ ഇളക്കാൻ പറയുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് ഇത്ര ഡെസിമലിന് മേളിൽ സൗണ്ട് പാടില്ല. ഇപ്പോൾ കൊച്ചി കോർപ്പറേഷനുമായിട്ട് സഹകരിച്ചുകൊണ്ട് നമ്മളൊരു മേഖല സൈലൻറ്റ് സോണായിട്ട് പ്രഖ്യാപിക്കാം. ഹോൺ അടിക്കാൻ പാടില്ല. അങ്ങനെ സോൺ വരെയാണ് കൊച്ചിയിൽ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരു കാലത്തിൻ്റെ മാറ്റങ്ങളാണ്. ചെവി അടിച്ച് ഗണേഷ് കുമാറിന് ഒരു ദുരനുഭവം എൻ്റെ ഇടവരയിലൊന്നും അടിക്കത്തില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി തൃശ്ശൂരിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ വണ്ടിയുടെ പുറകിൽ കൊണ്ടുവന്ന് നിരന്തരമായി ഹോൺ അടിച്ചല്ലേ ചെയ്തു. അദ്ദേഹം സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വിളിപ്പിച്ചു. KSRTC ട്രാൻസ്പോർട്ടിന് വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ഇതാണോ ഉത്തരവ് നേരത്തെ ഉള്ളതല്ലേ എന്ന് അദ്ദേഹം ശ്രദ്ധയിൽപ്പെടുത്തി വക്കീൽ എന്നെ വിളിച്ചു. ഞാൻ എന്ത് ചെയ്യണം? ഉണ്ടായിരിക്കുക. ഞാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് നിർദ്ദേശം കൊടുത്തു വലിച്ചു പറിക്കാൻ. അത് ഇളക്കാൻ പറഞ്ഞു, ഇളക്കി. അപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷനാണ് പറഞ്ഞത് പൊട്ടിച്ച് കളയാൻ. അപ്പോൾ നമ്മളെവിടെയാണ് പോകുന്നത്? പൊട്ടിക്കാൻ വന്ന വണ്ടിക്ക് പൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിക്കാം. നമ്മൾ നാട്ടുകാരെ ചെവിക്കല്ലടിച്ച് ഡയഫ്രം അടിച്ച് കളയുന്നതിനാണോ പ്രാധാന്യം? അതിന് പൊല്യൂഷൻ ഉണ്ടോ എന്ന്. എല്ലാ വണ്ടിക്കും പൊല്യൂഷൻ ഇല്ലേ? ഇപ്പോൾ വേറെ പ്രശ്നമുണ്ട്. KSRTC ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയപ്പോൾ പ്രതിഷേധമായിരുന്നു. ഇപ്പോൾ KSRTC പൊല്യൂഷൻ സെൻറ്റർ തുടങ്ങിയാണ്. നാളെ മുതൽ റെഡിയാണ്. ഇന്നിപ്പോൾ പ്രഖ്യാപിക്കും. നാളെ KSRTC വികാസ് ഭവനിൽ ആദ്യത്തെ ആരംഭിക്കുകയാണ്. ഞങ്ങൾക്ക് 6 മാസത്തിലൊരിക്കൽ വണ്ടി ടെസ്റ്റ് ചെയ്യണം. പക്ഷേ ഞങ്ങൾക്കിത് നല്ല എന്താ പറയുക, എല്ലാ സ്ഥലത്തും സ്ഥാപിക്കാൻ പോകാൻ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെൻറ്റർ. പ്രൈവറ്റ് വെളിയിൽ നിന്ന് വന്ന ആൾക്കാർക്ക് ചെയ്യാം, KSRTCയും ചെയ്യാം. KSRTCയുടെ ഗുണം എന്ന് പറയുന്നത് ഈ പൊല്യൂഷൻ കറക്റ്റാക്കി വെച്ചാൽ KSRTC മൈലേജ് കൂടും. ഞങ്ങളുടെ എഞ്ചിനീയർമാർ തന്നൊരു പ്രപ്പോസലിൽ പൊല്യൂഷൻ ഇല്ലാത്ത വണ്ടി, പുക തുപ്പാത്ത വണ്ടി വേണം എന്നുള്ളത്. അപ്പോൾ ആറ്റിങ്ങിൽ ഇത് പരീക്ഷിച്ച് വിജയിച്ചു. മറ്റ് 11 ഡിപ്പോകളിൽ ഇതിൻ്റെ പരീക്ഷണം നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ സ്ഥലത്തും പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെൻറ്റർ സ്ഥാപിക്കാൻ പോകാൻ. ഇപ്പോൾ KSRTC ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങി. 21 ഡ്രൈവിംഗ് സ്കൂൾ ആകുന്നതേ ഉള്ളൂ അല്ലേ? ഇപ്പോൾ ആകുന്നതേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്തതേ ഉള്ളൂ. അവിടുത്തെ MLA ഉദ്ഘാടനം ചെയ്തതേ ഉള്ളൂ. എല്ലാ MLA ഇന്നലെ നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഇരിഞ്ഞാലക്കുടയിലേക്ക് ചോദിച്ചു, അത് കൊടുക്കാമെന്ന് പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഡ്രൈവിംഗ് സ്കൂൾ 10 മാസം കൊണ്ട് പുതിയ വണ്ടി, 6 ലക്ഷം രൂപ വരെയുള്ള സിമുലേറ്റർ, ക്ലാസ് മുറികൾ, MLA സഹായത്തോടെ ക്ലാസ് മുറികൾ, മറ്റെല്ലാ എക്യുപ്മെൻറ്റും, തിയറി ക്ലാസ്സും, പുസ്തകം അടിച്ച്, അതിന് ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ പുസ്തകം അടിച്ച് കൈ കൊടുക്കും. 1.5 കോടി രൂപ, 1,78,00,000 രൂപ ലാഭമാണ് ഇന്നലെ വരെ ലാഭമാണ്. എങ്ങനെയാണ് നഷ്ടമാണ്, പരിഷ്കാരം മോശമെന്ന് പറയുന്നത്? എങ്ങനെ? ഞങ്ങളൊരു വാശിപ്പുറത്ത് തുടങ്ങിയതാണ്. പക്ഷേ KSRTC ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പറയുന്നത് മോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡ്രൈവിംഗ് സ്കൂളാണ്. ഏറ്റവും മിടുക്കുള്ള കുട്ടികളെയാണ് ലൈസൻസാണ് പഠിപ്പിച്ചിറക്കുന്നത്. ഇന്നലെ നമ്മുടെ തന്നെ 26 ട്രാൻസ്ജെൻഡേഴ്സ്, അവർക്ക് ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. ട്രാൻസ്ജെൻഡേഴ്സ് 26 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിൽ. ആപ്ലിക്കേഷൻ 4 മാസത്തേക്ക് പെൻഡിങ് ആണ്. തിരുവനന്തപുരത്തെ
കണക്കനുസരിച്ച് എല്ലാ സ്ഥലത്തും. ഇപ്പോൾ എല്ലാ MLA മാരും തിരുവല്ലയിൽ മാത്യു ടി തോമസ് ചോദിച്ചിരിക്കുന്നു, പിന്നെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ജയരാജ് MLA ചോദിച്ചിരിക്കുന്നു, ഇപ്പം ബിന്ദു മിനിസ്റ്റർ ചോദിച്ചിരിക്കുന്നു. എല്ലാവർക്കും കൊടുക്കാൻ 30ഓളം ഡ്രൈവിംഗ് സ്കൂളുകളായി മാറും. KSRTC ഡ്രൈവിംഗ് സ്കൂൾ ഒരു വലിയ ലാഭവുമാണ്. KSRTCക്ക് നല്ല സമൂഹത്തിന് അതൊരു നേട്ടവുമാണ്. നല്ല ക്വാളിറ്റിയുള്ള ഡ്രൈവിംഗ് അറിയാവുന്ന ആളുകൾ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്ന റോഡ് സേഫ്റ്റിയെ സംബന്ധിച്ച് വലിയ കാര്യം തന്നെയാണ്. ഇന്നലെ മുഖ്യമന്ത്രി അടക്കം പ്രഖ്യാപിച്ചതാണ്, അതുപോലെ KCB ഉൾപ്പെടെ കൊടുത്തതുമാണ്. ജീവനക്കാർ പലതവണയായിട്ട് ചോദിച്ചൊരു കാര്യമാണ് DA കുടിശ്ശിക. അത് അറിയില്ല അവർക്ക്. സർക്കാർ എന്ന്